ബൽവന്ത്, നീയല്ലേ എപ്പോഴും പറയുന്നത് കോജിയുടെ കണ്ടുപിടുത്തവും ബദീജയുടെ ഐഡിയയും അടിപൊളിയാണെന്ന്? പിന്നെ ഇപ്പൊ എന്തിനാ പേടിക്കുന്നത്? ഓ കോജി സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു മെഷീൻ എന്നെ വൃദ്ധനാക്കിയത് അറിഞ്ഞില്ലേ? പക്ഷെ ചാച്ചു, ഇപ്രാവശ്യത്തെ എക്സ്പെരിമെന്റ് കൊണ്ട് നിങ്ങൾ കുട്ടിയായി മാറും. കോജി അങ്കിൾ വീണ്ടും നിങ്ങളെ നോർമലാക്കി മാറ്റും. ഓയ് ബദീജ, നീ പറയുന്ന വാക്കുകൾ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എന്റെ വിധിയിൽ ഞാൻ വിശ്വസിക്കില്ല. ഓ ബൽവന്തേ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സമ്മതിക്കില്ല. ഓജി സാറേ, ഞാൻ ഇവരെ പിടിച്ചു വെച്ചോളാം. നിങ്ങൾ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യ്. പക്ഷെ ബല്ലാങ്കിൾ, ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്തേക്ക് വന്നേ പറ്റൂ. ഞാൻ ദാ പോയി, ദേ വന്നു. പോയി ബട്ടൺ പ്രസ് ചെയ്യ്. എന്റെ എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു. എടോ ബൽവന്തേ, താനിപ്പോ കൊച്ചുകുട്ടിയായി പോയല്ലോ. ഹലോ ബല്ല സാർ, നിങ്ങൾ അതുപോലെ കൊച്ചുകുട്ടിയായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ ഇതെന്താ ചെയ്തിരിക്കുന്ന കോജി സാർ? കോജി അങ്കിൾ, ഇവർ എന്റെ പ്രായത്തിലെ കുട്ടികളായി മാറിയിരിക്കുക. പക്ഷെ ഇവരുടെ ശബ്ദം പണ്ടത്തെ പോലെ അതെ തന്നെയുണ്ടല്ലോ. ബദീജെ, എനിക്ക് തോന്നുന്നത് തേർഡ് ഫേസിൽ ഒരു അല്പം കൂടി ജോലി ഉണ്ടെന്നാ. ശരി, ചെല്ല്, നിങ്ങളെ ഞാൻ നോർമലാക്കി ഒരു മാറ്റാം. കോജി സാർ ഒരല്പം നിൽക്കൂ, എന്റെ ഈ ഹെയർ സ്റ്റൈൽ ഒന്ന് ശരിയാക്കിക്കോട്ടെന്നേ. ഈ ഡു 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 ഡു, ഇത് അടിപൊളിയായിട്ടുണ്ടാവുമല്ലോ. ഡു 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 ഡു, ഇത് കണ്ടോ, കോഴിയെ പോലെ ഇല്ലേ? എടോ ബൽവന്തേ, ഞാനും കുട്ടിക്കുറുമ്പുകൾ ചെയ്തിട്ട് കുറെ കാലമായി. ബല്ല സാറേ, നമ്മളിപ്പോ കൊച്ചുകുട്ടികളായിരിക്കാണ്. പുറത്തുപോയി നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാലോ. ലോലിപോപ്പ് ഫ്രീയോ? അതിങ്ങോട്ട് താ. ഓ ഭതീജെ, തന്റെ ലോലിപോപ്പ് അത് ഞാൻ കടം വാങ്ങിച്ചിരിക്കുക. പക്ഷെ നിങ്ങളുടെ ലോലിപോപ്പ് ഞാൻ കടം മേടിച്ചിരിക്കാണ്. ബൽവന്തേ, ഇതൊക്കെ ചീറ്റിംഗ് ആണ്. എന്നാ വന്ന് വാങ്ങിച്ചോ നിന്റെ ലോലിപോപ്പ്. വാങ്ങിച്ചോ 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 വാങ്ങിച്ചോ. ബദീജെ, അവരെ തടഞ്ഞു നിർത്തൂ. ഓയ് ബല്ലാജി, അങ്ങോട്ട് നോക്കൂ, കാറ്റാടി കട്ടായി പോയി. എവിടെയാ എവിടെയാ? ഇവരുടെ രണ്ടുപേരുടെ വോയിസും എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. ബോസ്, കാറ്റാടി. എന്നാ വരൂ ബല്ലാജി, നമുക്ക് ചെന്നാ കാറ്റാടിയെ പിടിക്കാം. ആ കാറ്റാടിയെ പിടിക്കാൻ പോകുന്നത് ഞാനാണ്. ഓയ്, ചാച്ചയോടാണോടാ ചീറ്റിങ്? കൊള്ളാം ബൽവന്ത്, തക്കാളിയും വെള്ളരിക്കയും ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി ഒക്കെ കിട്ടി. ഓയ് ബല്ലാജി, ഫ്രീ ആയിട്ട് കിട്ടുന്ന പച്ചക്കറി വിട്ടേക്കൂ, അവസാനം ഫ്രീ ആയിട്ട് തല്ലു മേടിക്കേണ്ടി വരും. ചേടാ, ഇതെന്താ ടയറും വീലും ഒന്നും ഇല്ലാത്ത വണ്ടിയോ? അല്ല, ഇതെന്താ ഐസ് സ്കേറ്റിംഗിന്റെ ഗ്രൗണ്ടോ മറ്റാണോ? ഓയ് ബന്ധുക്കിന് ജി, ഈ വണ്ടിക്ക് ബ്രേക്ക് ഒന്നും ഇല്ലെന്നേ. ചേടാ, ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്നമായല്ലോ. നീ എന്തിനാ ചാച്ച പോലെ മിമിക്രി ഒക്കെ ചെയ്യുന്നേ? ബന്ധുക്നീജി, അത് ചാച്ച തന്നെയാണ്. നീ എന്തിനാടാ ബല്ലെ പോലെ മിമിക്രി ഒക്കെ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും സ്കൂളിലേക്കൊന്നും പോകാതെ മിമിക്രിയുടെ ഡാമൊക്കെ ചെയ്ത് ട്രെയിനിങ് എടുക്കുകയാണോ? ഓയ് ബന്ധുക്കിന് ജി, ട്രിപ്പിൾ സിറ്റി വണ്ടിയിൽ അലൗഡ് അല്ലല്ലോ. ബൈ 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 ബൈ. ഓയ് ബൽവന്ത്, എന്താ ഇങ്ങനെയൊക്കെ ചെയ്തേ? ബല്ലാജി, കൊച്ചുകുട്ടികളായിട്ട് നമ്മൾ അടിച്ചു പൊളിക്കല്ലേ. നിങ്ങൾക്ക് വീണ്ടും വലിയ മനുഷ്യനാകാൻ ആഗ്രഹമുണ്ടോ? ഒട്ടുമില്ല, ഫ്രീ ആയി എൻജോയ് ചെയ്യാം. അതെങ്ങനെ എനിക്ക് സാധിക്കും? അതേന്നെ, അതുകൊണ്ട് നമ്മൾ അവർക്ക് പിടികൊടുക്കാതെ വേണം നിൽക്കാൻ. ബന്ധുക്നിജി, നിങ്ങൾ ചാച്ചുവിനെയും ബല്ലാങ്കിളിനെയും കണ്ടായിരുന്നോ? എന്ത് പറയാനാ, ചാച്ചയും ബല്ലയെയും ഞാൻ കണ്ടില്ല. പക്ഷെ അവരെ പോലെ മിമിക്രി ചെയ്യുന്ന രണ്ട് പിള്ളേർ ഇതിലൂടെ പോണത് ഞാൻ കണ്ടു. ചേടാ ബന്ധുക്നിജി, അവര് കൊച്ചുകുട്ടികളൊന്നും അല്ല. ഇത് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ബദീജെ, നീ ഈ വഴിക്ക് ചെല്ലേ, ഞാൻ ആ വഴിക്ക് ചെല്ലാം.
ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. എടോ ബഹദൂർ, ഈ പിള്ളേർ എന്നെ എടുത്തിട്ട് ഒരുപാട് കളിപ്പിച്ചു കളഞ്ഞു. ചേടോ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ലൈഫിൽ തനിക്ക് ബ്രേക്ക് എന്നൊരു കാര്യം ഇതുവരെയ്ക്കും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ലേ? സോറി മാഡം. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. വല്ലാത്ത പ്രശ്നമായല്ലോ. മതിയാക്കടാ നിന്റെയൊക്കെ കളി. നേരെ വാ ജയിലിലേക്ക്. എന്തോന്ന് ജയിലോ? ഞങ്ങൾ അതിനെന്താ തെറ്റ് ചെയ്തത്? ഞങ്ങള് കുട്ടികളല്ലേ? ഐഡിയ. ചാച്ചു, കൊച്ചു കുട്ടിയായിരിക്കുന്ന നിങ്ങളിപ്പോ വലുതായി മാറാനുള്ള സമയമായി. പതിജെ, ഈ ചാച്ച ഒരു ദിവസം മുഴുവൻ കൊച്ചുകുട്ടിയായിരുന്ന് രസകരമായി ജീവിക്കാൻ സമ്മതിക്കേ. അല്ലെങ്കിൽ ഞങ്ങള് സ്ട്രൈക്ക് ചെയ്യും. സ്ട്രൈക്ക്. ഓക്കെ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കുട്ടികളെ പോലെ നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യേണ്ടി വരും. ഓക്കെ പതിജെ, അത് തന്നെയാ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അല്ലേ ബല്ലാജി? എന്നാ വാ നമുക്ക് പോവാം. നീ എന്ത് കാര്യമാണ് ഈ ചെയ്യുന്നേ? ബന്ദുക്നിജി, കുട്ടികളുടെ കഷ്ടപ്പാട് എന്താന്ന് അവർക്കും മനസ്സിലാവട്ടെ. അടുത്ത 15 നിമിഷത്തിനുള്ളിലെ എല്ലാ സാധനവും അതാത് സ്ഥലത്ത് എടുത്തു വെച്ചേക്കണം. ഡിസിപ്ലിൻ ഇസ് ഡിസിപ്ലിൻ. ചില നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ഹായ് ഹായ്, ചേടാ ഇതെന്താ? ഇതിനൊന്നും ഞാൻ 5 പൈസ തരില്ല. അതേ, നശിച്ചു പോകും. പിന്നെങ്ങനാ പുതിയ ഫോൺ വാങ്ങിക്കുന്നത്? കാശൊന്നും മരത്തിൽ കഴിക്കുന്നതില്ല. ഓ, കുട്ടികൾ എല്ലാ വെജിറ്റബിൾസും കഴിച്ചേ പറ്റൂ. എന്നാലേ അവർക്ക് വൈറ്റമിൻസ് കിട്ടൂ. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്. ഒരെണ്ണം ബാക്കി വെക്കാതെ ഇതെടുത്ത് കഴിച്ചോണം. നിനക്ക് വേണ്ടെങ്കിലും ഇത് തന്നെ കഴിച്ചേ പറ്റൂ. കാശൊന്നും മരത്തിൽ കഴിക്കുന്ന കാര്യമല്ല, മനസ്സിലായോ? ടിവി കണ്ടതൊക്കെ മതി. ചെല്ലേ, രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോണ്ടതാ. ചാച്ചു, early to bed, early to rise makes a man wise. ഉറങ്ങേണ്ട സമയത്ത് ഇങ്ങനെ മൊബൈൽ വെച്ച് കളിച്ചോണ്ടിരിക്കരുത്. ബൊമ്മയല്ല, മമ്മിയെ ഒന്ന് ഓർത്തു നോക്ക്. ടിഫിൻ മൊത്തവും കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് വരാൻ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കയറ്റില്ല. എടോ ബൽവന്തേ, മമ്മി വീട്ടിൽ ഇറങ്ങുമ്പോ വെറും 10 പൈസ എനിക്ക് തന്നത്. ചേടാ ഇതിപ്പം വല്ലാത്ത പ്രശ്നമായല്ലോ. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഞാനിപ്പോ ചീസ് ചെയ്യും. എടാ കുട്ടികളെ, നോ ഡ്രൈവിംഗ് പെർമിഷൻ. നിങ്ങൾ രണ്ടുപേരും ക്ലാസ്സിന് പുറത്തിറങ്ങി നിൽക്കേ. ചെല്ലേ. ഓയ് ബല്ലാജി, നമ്മുടെ മേത്താരോ കണ്ണു വെച്ചെന്നാണ് തോന്നുന്നത്. അതെ ബൽവന്തേ, രസമാണെന്ന് വിചാരിച്ചത് ഇപ്പൊ വിഷമായി മാറിയല്ലോ. ചൂസ്ലി, അവന്മാര് നമ്മുടെ കയ്യിൽ നിന്ന് കാറ്റാടി അടിച്ചു മാറ്റി പോയത് ഓർമ്മയില്ലേ? ബോസ്, നമുക്ക് അവന്റെ കയ്യിലുള്ള ടിഫിൻ അടിച്ചു മാറ്റാം. ഓയ് ബല്ലാജി, ഇവന്മാര് നമ്മള് പന്താടി ഒരു ഫുട്ബോൾ ആക്കുമെന്നാ തോന്നുന്നത്. ഭതീജ ഉള്ളപ്പോ ചാച്ചുവിന് എന്തെങ്കിലും സംഭവിക്കോ? വരൂ ചാച്ചു.
ഭതീജ ഈ കളിയൊക്കെ മതിയാക്കാം നമുക്ക്. അതെ അതെ, കുട്ടികളായിട്ട് മാറി ഞങ്ങൾ ആകെ കഷ്ടപ്പെട്ടിരിക്കുക. എന്നാ ഇപ്പൊ നിങ്ങക്ക് പഴയതുപോലെ മാറാം, ശരിയല്ലേ ചാച്ചു? ആ ഭതീജ. फंटूश नगर में है दो मत वाले, दिखते हैं भोले भाले पर है ये हिम्मत वाले। सब चोर चक्के इनके नाम सिखाते, जब सामने आ जाए तो सारे रास्ता नापे। हमसे पंगा लेने का होगा बुरा नतीजा, बड़े बड़ों की छुट्टी कर दे चाचा और भतीजा। चाचा और भतीजा, चाचा और भतीजा।